إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് പൂർണ്ണമായും വിധേയരായി ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതൂഹും മിമ്മാലില്ലാഹി അല്ലദീ ആതാക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അല്ലാഹുവിൻ്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക. അല്ലാഹു വീണ്ടും പറഞ്ഞു, ولا يحسبن الذين يبخلون بما آتاهم الله من فضله. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ കരുതേണ്ടതില്ല, ഹുവ ഖൈറൻ ലഹും, അതവർക്ക് ഖൈറാണ് എന്ന്. ബൽ ഹുവ ശർറുൻ ലഹും, എന്നാൽ അവർക്കത് ഷർറായി ഭവിക്കുന്നതാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة. ഒരു ശുപാർശയോ ചങ്ങാത്തമോ അതുപോലെ തന്നെ ഒരു ക്രയവിക്രയമോ ഇല്ലാത്ത ഒരു നാൾ വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന്, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ ചിലവഴിക്കൂ. ഈ 3 ആയത്തുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 ആയത്തുകളിൽ പ്രധാനമായും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമ്മളുടേതെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ ധനമുണ്ടല്ലോ, അത് തീർച്ചയായും പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്, അത് അല്ലാഹു നൽകിയതാണ്. രണ്ടാമത്തേത്, അത് നമ്മൾ ചെലവഴിക്കണം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക്, അതിൻ്റെ അവകാശികൾക്ക് ചെലവഴിക്കാൻ, അതിൽ നിന്ന് ചെലവഴിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വതക്ക നൽകുമ്പോൾ, ഇങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ധാരാളം കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ പറയാനായി ഉദ്ദേശിക്കുന്നത്. സ്വതക്ക നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ. പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് പ്രതീക്ഷിച്ച് മാത്രമായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് നൽകേണ്ടത്, സ്വതക്ക നൽകേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ പരിഗണിക്കുന്നത് നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ അതെത്ര അധികമായാലും, അതെത്ര വലിയ ത്യാഗം നിറഞ്ഞ അമലായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ പരിഗണിക്കുന്നത് അതിൻ്റെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്വതക്ക നൽകും, മറ്റുള്ളവർക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് നൽകുമ്പോൾ പൂർണ്ണമായും നമ്മുടെ നിയ്യത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രമായിരിക്കണം എന്നുള്ളതാണ്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട്, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വ യതീമൻ വ അസീറ. തങ്ങൾക്ക് സമ്പത്തിനോട് ഇഷ്ടമുള്ളതോടുകൂടെ തന്നെ, സമ്പത്തിനോട് തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഭക്ഷണത്തോട് തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതേസമയം തന്നെ യതീമുകൾക്കും മിസ്കീനുകൾക്കും തടവിലാക്കപ്പെട്ട ആളുകൾക്കും ഭക്ഷണം നൽകുന്നവരാണവർ. സ്വർഗാവകാശികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തങ്ങൾക്ക് സമ്പത്തിനോട് മോഹമുള്ളതോടൊപ്പം തന്നെ, തങ്ങൾക്ക് ഭക്ഷണത്തോട് മോഹമുള്ളതോടൊപ്പം തന്നെ മിസ്കീനുകൾക്കും യതീമുകൾക്കും ഭക്ഷണം നൽകുന്നവരാണവർ. എന്നിട്ട് അവരുടെ നിലപാടിനെക്കുറിച്ച്, അവരാ സമ്പത്ത് അതല്ലെങ്കിൽ അവരാ ഭക്ഷണം നൽകുമ്പോൾ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ ഈ ഭക്ഷണം നൽകുന്നത് അത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളിൽ നിന്ന് ഒരു നന്ദിയോ പ്രത്യുപകാരമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നവർ പറയുന്നു. എന്നിട്ട് അവർ പറയുന്ന വാക്ക് അല്ലാഹു വീണ്ടും പറയുന്നുണ്ട്, ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. മുഖം ചുളിയുന്ന ഒരു ഭീകരമായ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്ന് അവർ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെലവഴിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മൾ ആതുര സേവനങ്ങൾ ചെയ്യുമ്പോൾ, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, നിയ്യത്ത് വെക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ്. സ്വർഗത്തിൽ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണറയെ കാണുക എന്നൊരു ഉദ്ദേശത്തിനപ്പുറം മറ്റൊരു ഉദ്ദേശവും അതിൻ്റെ പിന്നിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നാളെ പരലോകത്തു മുഖം ചുളിയുന്ന സത്യനിഷേധികൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു ദിവസം നാളെ പരലോകത്ത് വരാനുണ്ട്. അങ്ങനൊരു സന്ദർഭം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടണമെന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശം മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം സദഖ നൽകുമ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അദമു ഇബ്ത്വാലി സ്വദഖതി ബിൽ മന്നി വൽ അദ. സ്വദഖ നൽകുന്നത് ഒരു പക്ഷേ നല്ല ഉദ്ദേശത്തിലായിരിക്കും, എന്നാൽ നൽകിയതിന് ശേഷം അതെടുത്തു പറഞ്ഞുകൊണ്ടും നമ്മൾ ആർക്കാണോ നൽകിയത് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും സ്വദഖയെ ബാത്തിലാക്കി കളയാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദ. നിങ്ങളുടെ സ്വദഖകളെ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ആർക്കാണോ നൽകിയത് അവരെ മാനസികമായോ ശാരീരികമായോ പ്രയാസപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ സ്വദഖകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വദഖ നൽകിയിട്ട് അത് എടുത്തു പറയുക എന്നത് അല്ലാഹു വിലക്കിയ കാര്യമാണ്. സ്വദഖ നൽകിയിട്ട് അതിൻ്റെ പേരിൽ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളത്, മാനസികമായി പ്രയാസപ്പെടുത്തുക എന്നത് നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യമാണ്. ഒരാൾ നമ്മിലേക്കൊരാവശ്യവുമായി കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കാണിച്ച ഔദാര്യമാണ്, അല്ലാഹു കാണിക്കുന്ന ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുമായി വന്നാൽ അദ്ദേഹം അവരോട് പറയും, മർഹബൻ ബിമൻ യഹ്മിലു സാദി ഇലൽ ആഖിറ. ആഖിറത്തിലേക്ക് എൻ്റെ പാഥേയവുമായി, എൻ്റെ പാഥേയത്തെ ചുമന്ന് വന്നവരെ അങ്ങേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് യാചകരെ അല്ലെങ്കിൽ തങ്ങളിലേക്ക് ആവശ്യവുമായി വന്ന ആളുകളെ അദ്ദേഹം സ്വീകരിക്കുമെന്ന് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും സ്വദഖ നൽകിയതിൽ എടുത്തു പറഞ്ഞുകൊണ്ട്
സ്വതക്ക വാങ്ങാൻ വിധിക്കപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുത്തുക എന്നത് സത്യവിശ്വാസികളായ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, സാധിക്കുന്നിടത്തോളം രഹസ്യമായി തന്നെ ആ സ്വതക്കയെ വെക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വ്യക്തമായൊരു മസ്ലഹത്തുണ്ടെങ്കിൽ നമുക്ക് സ്വതക്ക പരസ്യമാക്കൽ അനുവദനീയമായ കാര്യമാണ്. റിയായിൽ നിന്നെല്ലാം, സുമഅത്തിൽ നിന്നും റിയായിൽ നിന്നുമെല്ലാം പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയാകും, മറ്റുള്ളവർക്ക് ധൈര്യം പകരും എന്നൊക്കെയുണ്ടെങ്കിൽ സ്വതക്ക പരസ്യമായി നൽകാവുന്നതാണ്. എന്നാൽ സ്വതക്കയെ രഹസ്യമാക്കി വെക്കലാണ്, രഹസ്യമാക്കി ചെയ്യലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്, അഫ്ളലായിട്ടുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണലുണ്ടാകും. അതിൽ ഒരു വിഭാഗത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ യുൻഫിഖു യമീനുഹു. ഒരാൾ സ്വതക്ക നൽകിയിട്ട് ആ സ്വതക്കയെ രഹസ്യമാക്കി വെച്ചു. എത്രത്തോളം എന്നാൽ തൻ്റെ വലത് കൈ ചിലവഴിക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ അത്രയും രഹസ്യമാക്കി വെച്ച ആൾ, അവർക്ക് അർശിൻ്റെ തണലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മുൻഗാമികളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ മാതൃകാപരമായ ഒരു കാര്യം എന്തെന്നാൽ, സഹോദരങ്ങളെ, മുൻഗാമികളിൽ പെട്ട ചില ആളുകൾ മരണപ്പെടുമ്പോൾ പെട്ടെന്ന് കുറേ ആളുകൾക്ക് തങ്ങൾക്ക് മാസത്തിൽ ലഭിച്ചിരുന്ന റേഷൻ അല്ലെങ്കിൽ ഭക്ഷണം അവർക്ക് പെട്ടെന്ന് നിലച്ചു പോവുകയാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് തങ്ങൾക്ക് ഇത് കൃത്യമായും മാസത്തിൽ തങ്ങളുടെ വീടിൻ്റെ പടിവാതിൽക്കൽ ഇതെത്തിച്ചിരുന്നത് ഇന്ന മനുഷ്യനാണ് എന്ന് മനസ്സിലാകുന്നത് മരണത്തോടുകൂടെ അത് പെട്ടെന്ന് നിലക്കുമ്പോഴാണ് ആളുകൾ ചിന്തിക്കുന്നത്. ആ രൂപത്തിൽ ആർക്കാണോ നൽകിയത് അവർ പോലും അറിയാത്ത രൂപത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. നമുക്ക് വലിയ മാതൃകയുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നൽകുന്ന സ്വതക്ക അത് നല്ല സമ്പാദ്യത്തിൽ നിന്നാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ തസദ്ദഖ മിൻ ത്വയ്യിബിൻ തഖബ്ബലഹ അല്ലാഹു മിൻഹു വഅഖദഹ ബിയമീനിഹി ഫറബ്ബാഹാ കമാ യുറബ്ബി അഹദുക്കും മുഹ്റഹു ഔ ഫസീലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നല്ലതിൽ നിന്ന്, നല്ല സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലത് കരം കൊണ്ടത് സ്വീകരിക്കും. എന്നിട്ട് ആ സ്വതക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കുതിരക്കുട്ടിയെ അല്ലെങ്കിൽ ഒട്ടകക്കുട്ടിയെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വതക്കയെ വളർത്തിക്കൊണ്ടുവന്ന് വലിയ പ്രതിഫലം അതിന് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സ്വതക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തിക്കൊണ്ടുവന്നു വലിയ പ്രതിഫലമാണ് അതിന് നൽകുന്നത്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് ആലോചിച്ചു നോക്കും. ഒരു ലുഖ്മത്ത്, ഒരു പിടി ഭക്ഷണം നമ്മൾ നൽകുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തി വലുതാക്കി വലിയ അമലിന് പ്രതിഫലം നൽകുന്ന രൂപത്തിലാണ് നൽകുന്നത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യം എത്രമേൽ വലുതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു സ്വതക്ക സ്വീകരിക്കണമെങ്കിലുള്ള നിബന്ധന എന്താണ്? മിൻ ത്വയ്യിബ്, നൽകുന്ന സ്വതക്ക നല്ല സമ്പാദ്യത്തിൽ നിന്നാകണം. ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും ആക്രമിച്ചും നേടിയെടുത്ത സമ്പത്ത് സ്വതക്ക നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കൂല. വഞ്ചന കാണിച്ച് ഹറാമായ വസ്തുക്കൾ വിൽപ്പന ചെയ്തുകൊണ്ട് സ്വതക്ക നൽകിയാൽ, ദീൻ നിശ്ചയിച്ച അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് തെറ്റായ രൂപത്തിൽ സമ്പാദിച്ച് അതിൽ നിന്ന് സ്വതക്ക നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, അഞ്ചാമത്തേത് യഥാർത്ഥ അവകാശികൾക്ക് നൽകാനായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിർബന്ധ സ്വതക്ക,
സക്കാത്ത് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് തന്നെ നൽകാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായും അവകാശികൾക്ക് എത്തിയാൽ മാത്രമാണ് നമ്മുടെ നിർബന്ധ ബാധ്യത നിറവേറ്റപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സക്കാത്തിൻ്റെ വിഷയം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ കൊടുത്തതുകൊണ്ട് താൻ നിർബന്ധ ബാധ്യതയിൽ നിന്ന് മുക്തനായി എന്ന് നമ്മൾ ഒരാളും കരുതേണ്ടതില്ല. ഈ പറയപ്പെടുന്ന സംഘടനകളും ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും അള്ളാഹുവിൻ്റെ ദീൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങളും കൃത്യമായ അതിൻ്റെ അവകാശികളെയും നിശ്ചയിച്ചൊന്നല്ല കൊടുക്കുന്നത്. വലിയ വലിയ അക്രമങ്ങൾ ചെയ്യുന്നവരാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും സംഘടനയ്ക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടും ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടും താൻ ഈ നിർബന്ധ ബാധ്യതയിൽ നിന്ന് മുക്തനായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ നാട്ടിൽ ഈ റമളാനൊക്കെ അടുക്കുമ്പോൾ സക്കാത്തിൻ്റെ പണമുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് മുമ്പിൽ മുട്ടുകാല് വിറച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ പതറിക്കൊണ്ട് ഇടറിക്കൊണ്ട് സക്കാത്തിൻ്റെ പൈസയൊന്നും അതുപോലെയുള്ള ആളുകൾക്ക് വെച്ചു കൊടുക്കാൻ പാടില്ല. സക്കാത്ത് വീടൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അല്ലാത്ത സ്വതക്ക തന്നെ അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. അവർ നമ്മൾ നൽകുന്ന നാണയത്തുട്ടുകളെ ചെലവഴിക്കുന്നതോ അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വലുതാക്കാനും പലതരത്തിലുള്ള മുതലെടുപ്പുകൾക്കും വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ധനം ചെലവഴിക്കേണ്ടത് അള്ളാഹു നൽകിയ ധനമാണ്. നമ്മുടെ കയ്യിലുള്ള ധനം അത് നമ്മുടേതാണെന്ന ധാരണ നമുക്ക് വേണ്ട. നമ്മുടെ വാപ്പയുടേതാണെന്ന ധാരണയും നമുക്ക് വേണ്ട. അള്ളാഹു നൽകിയതാണ്. അത് ചെലവഴിക്കേണ്ട രൂപത്തിൽ ചെലവഴിക്കണം. ചെലവഴിക്കേണ്ട രൂപത്തിൽ തന്നെ ചെലവഴിക്കണം. അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ടാകും. അതുകൊണ്ട് മുതലെടുപ്പ് രാഷ്ട്രീയക്കാർക്ക് നൽകാനുള്ളതല്ല നമ്മുടെ സമ്പത്തും. പ്രത്യേകിച്ച് സക്കാത്തിൻ്റെ ധനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവകാശികൾക്ക് കൃത്യമായും അത് സുന്നത്തായ സ്വതക്കയാണെങ്കിൽ പോലും അതിൻ്റെ അവകാശികൾക്ക് തന്നെ എത്തിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആറാമത്തേത് സഹോദരങ്ങളെ, കുടുംബത്തിലുള്ള ആളുകൾക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സദഖതു അലൽ മിസ്കീനി സ്വദഖ. ഒരു മിസ്കീനിന് നമ്മൾ കൊടുക്കുന്ന സ്വതക്കയുണ്ടല്ലോ, അതിന് ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിൽ വഅല ദിർറഹിമി സിൻതാൻ സ്വദഖതുൻ വസില. നമ്മൾ കുടുംബ ബന്ധത്തിലുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ 2 പ്രതിഫലമാണ് അതിനുള്ളത്. കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലവും അതോടൊപ്പം സ്വതക്ക നൽകിയതിൻ്റെ പ്രതിഫലവും അതിന് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കണം, മിസ്കിന്മാരെ നമ്മൾ പരിഗണിക്കണം. ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടതോ നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ട പാവപ്പെട്ട ആളുകളെ, അവകാശികളായ ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ നമ്മുടെ പ്രഥമ പരിഗണനയ്ക്ക് വിധേയരാകേണ്ടത്. അവരാണത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ നൽകുന്നത് സംതൃപ്തിയോടുകൂടെ നൽകുക എന്നുള്ളതാണ്. വെറുപ്പോടുകൂടെ നൽകാതിരിക്കുക എന്നുള്ളതാണ്. നൽകുന്ന ധനം അത് സംതൃപ്തിയോടുകൂടെ തന്നെ നൽകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വെറുപ്പോടുകൂടെ കൊടുക്കുക എന്നത് മുനാഫിഖുകളുടെ സ്വഭാവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അല്ലാഹു പറഞ്ഞു, വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വെറുപ്പോടുകൂടെയല്ലാതെ അവർ ചെലവഴിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വതക്ക നൽകിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നൽകിയത് തിരിച്ചു വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസലുൽ ലദി യർജഉ ഫീ സദഖതി കമസലിൽ ഖൽബി യഖീഉ ثم يعود في قيئه فيأكله. സ്വതക്ക നൽകിയിട്ട് അത് തിരിച്ചു വാങ്ങുന്നവൻ ഒരു നായയെ പോലെയാണ്. ആ നായ ഛർദ്ദിച്ചിട്ട് തൻ്റെ ഛർദ്ദിയെ വീണ്ടും ഭക്ഷിക്കുന്ന നായയെ പോലെയാണ് സ്വതക്ക നൽകിയിട്ട് തിരിച്ചു വാങ്ങുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വതക്ക നൽകാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പല സഹോദരങ്ങളും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ദീൻ പഠിപ്പിച്ചതുപോലെ ശറഅ് അനുശാസിക്കുന്നത് പോലെ കൃത്യമായും അതിനെ നല്ല രൂപത്തിൽ തന്നെ നൽകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അൽഹംദുലില്ലാഹി അല്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതൊരിക്കലും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അടിമകളായതുകൊണ്ട്, വിശിഷ്ടരായ അടിമകളായതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നതാണ് എന്ന ധാരണ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടരായ അടിമകൾക്ക് കൊടുക്കുന്നതാണ് സമ്പത്തെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാകുമായിരുന്നു. അവിടുന്ന് ചരൽക്കല്ലുകൾ തൻ്റെ വയറിനോട് ചേർത്ത് വെച്ച് കെട്ടി വിശപ്പിനെ പ്രതിരോധിക്കാൻ പ്രയാസപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായും 2 മാസം അടുപ്പത്ത് വെക്കാൻ പാകത്തിലൊരു ഭക്ഷണവുമില്ലാതെ വെള്ളവും താഴ്ന്ന ഇനം കാരക്കയും തിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെങ്കിൽ, വിശപ്പ് കൊണ്ട് പല സ്വഹാബത്തും മസ്ജിദിൽ ബോധരഹിതരായി വീണിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് എന്നത് അള്ളാഹു അവൻ്റെ വിശിഷ്ടരായ അടിമകൾക്ക് കൊടുക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്ത് സമ്പാദിക്കുക എന്നത് മോശമായ കാര്യവുമല്ല എന്നതും അതിനോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്തിനാണ് അള്ളാഹു സമ്പത്ത് തന്നത്? അത് പരീക്ഷണമാണ്. തീർച്ചയായും അത് പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം നമുക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഒരടിമയുടെയും 2 കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കൂല 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സമ്പത്തിനെ കുറിച്ചാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു? അള്ളാഹു ചോദിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണത്തിൽ പരാജയപ്പെടാതിരിക്കാൻ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ ചെലവഴിച്ചുകൊണ്ട് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദ് മുറുകെ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആളുകൾക്കിടയിൽ സ്ഥാനമുണ്ടാവാരിക്കാണ്? സമ്പന്നരായ ആളുകൾക്കാണ്. അവർ ഒരു സദസ്സിലേക്ക് വന്നാൽ എല്ലാവർക്കും പ്രത്യേക ആദരവായിരിക്കും. അവർ കടന്നു വരുമ്പോൾ സന്തോഷമായിരിക്കും. എന്തിനേറെ അവർ നമ്മളോട് ഇങ്ങോട്ടൊരു സലാം പറഞ്ഞാൽ പ്രത്യേക ഒരു ആനന്ദമായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ദീനിൽ പാവപ്പെട്ടവർക്ക് പ്രത്യേകം സ്ഥാനമുള്ളതായിട്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലുൽ ജന്നത്തി സലാസ്, സ്വർഗത്തിൻ്റെ ആളുകൾ 3 എണ്ണമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വറജുലുൻ ഫഖീറുൻ അഫീഫുൻ മുതസദ്ദിഖ്, മറ്റുള്ളവരോട് ചോദിക്കാത്ത, സ്വതക്ക നൽകുന്ന ദരിദ്രനായ മനുഷ്യൻ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെട്ടവരാണ് എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഖുംതു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നു. ഫഇദാ ആമതു മൻ ദഖലഹൽ മസാകീൻ,